നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കാച്ചിയ എണ്ണയുടെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എല്ലാവരും മെയിൻ ആയിട്ടുള്ള പ്രശ്നം മുടികൊഴിച്ചില്, താരൻ, അല്ലെങ്കിൽ മുടിക്ക് തിക്നെസ് ഇല്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാരും അമ്മമാരൊക്കെ തയ്യാറാക്കുന്ന, വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറെ ഔഷധ സസ്യങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു എണ്ണയാണ്. മുമ്പ് ഞാനൊരു മുടികൊഴിച്ചിലിനൊക്കെ അതുപോലെ തന്നെ മുടി തിക്കായിട്ട് വളരാനൊക്കെ പറ്റുന്ന ഒരു എണ്ണയുടെ ഒരു റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് കുറെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്, അതിൽ കരിഞ്ജീരകം ചേർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉലുവ ചേർക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ മുടിക്ക് നല്ലതാണല്ലോ, അത് എന്തുകൊണ്ട് ചേർക്കുന്നില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ എണ്ണ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് എഫക്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ ഇട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അതിന്റെ റെസിപ്പി നോക്കാം. ഇതുണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ അമ്മ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അമ്മ നാട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള സസ്യങ്ങളൊക്കെ വെച്ചിട്ട്, നമ്മുടെ പറമ്പിലുള്ള മുടിക്കൊക്കെ നല്ലതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എണ്ണ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുക്കുകയാണ്. കറിവേപ്പില ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ 2 തണ്ട് കറിവേപ്പില മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കറിവേപ്പില മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ താരന്റെ ശല്യം, അതായത് താരനൊക്കെ പോവാനായിട്ട്, അതായത് നമ്മുടെ ഹെയർ റൂട്ടിലുള്ള ഈ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കറിവേപ്പില വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനും സഹായിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് മൈലാഞ്ചിയുടെ ഇലയാണ്, അതായത് മെഹന്തി ലീവ്സ് ആണ് ഇനി എടുക്കുന്നത്. അതും നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള മൈലാഞ്ചി തന്നെയാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. അതും കുറച്ച് എടുക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള അളവൊക്കെ ഞാൻ എണ്ണ കാച്ചുന്ന നേരത്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ മുടിക്ക് ബ്രൗൺ കളർ വരില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഇല്ല, നമ്മളിത് മൈലാഞ്ചി അങ്ങനെ അരച്ച് തലയിൽ തേക്കല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിനെ എണ്ണ കാച്ചിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. അത് നമ്മുടെ തലയിൽ ഇപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, തലയിൽ ഈ താരൻ്റെ ഒക്കെ എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഒട്ടും ഡൗട്ട് വേണ്ട, മുടി കളറൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതും വളരെ കുറച്ച് അളവിലേ നമ്മൾ എടുക്കുന്നുള്ളൂ എല്ലാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൃഷ്ണതുളസി നുള്ളി എടുക്കാം. അതും വളരെ കുറച്ച് അളവിൽ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണതുളസിയും ഒരു ഔഷധ സസ്യം, അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, അതുപോലെ തന്നെ ഈ താരനൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കറ്റാർ വാഴ. നമുക്ക് എല്ലാവർക്കും അറിയാം, മുടി വളരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ കറ്റാർ വാഴ. നമുക്കിത് എണ്ണ കാച്ചാണ്ട് തന്നെ ജസ്റ്റ് അതിന്റെ ആ പൾപ്പ് എടുത്തിട്ട് സ്കാലപ്പിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. താരം പോവാനും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയുന്നതായിരിക്കും. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ 2 തണ്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൂവാങ്കുറുനിലയാണ്. ഇതൊരു ആയുർവേദ സസ്യമാണ്. നമുക്ക് പറമ്പിലൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, നമ്മൾ പുല്ലൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി എന്ന് പറയും. അത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അങ്ങനെ ഒരുപാട് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇത് കീഴാർനെല്ലിയാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഉഴിഞ്ഞയാണ്. ഉഴിഞ്ഞ എന്നാണ് പേര്. ഇത് ദശപുഷ്പത്തിലൊക്കെ ഉള്ള ഒരു സസ്യമാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കറുകയാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ നിറയെ ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടാകുന്ന സസ്യങ്ങളാണ്. അതെല്ലാം നിങ്ങളുടെ പറമ്പിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, വല്ല ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുറിച്ചിട്ടാണ് ചേർക്കേണ്ടത്.
അതിന്റെ കുരു കളഞ്ഞിട്ട് അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തി, ചുമന്ന ചെമ്പരത്തി തന്നെ എടുക്കുക. അതിനാണ് കൂടുതൽ മുടിക്കൊക്കെ കൂടുതൽ നല്ലതായിട്ടുള്ളത് ചുമന്ന ചെമ്പരത്തിയാണ്. അതിനും കൃത്യമായിട്ടുള്ള അളവില്ല, കുറച്ച് എടുക്കുക. അതേപോലെ ഒരു പിടിയോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ചെറിയ ഉള്ളി. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അത് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കൃത്യം അളവിൽ തന്നെ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് അത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുതിർത്ത് വെക്കാം. എന്നിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് യൂസ് ചെയ്യുന്നത്. മൊത്തം 14 കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ഈ എണ്ണ കാച്ചാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് മുടിയിലെ താരൻ പോവാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ല തിക്കായിട്ട് വളരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ചേരുവകൾ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. കണ്ടു, ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു തോർത്തിൽ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ നീരൊക്കെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റണം. ഇനി നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഇതുപോലുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ കപ്പിന്റെ അളവിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിന്റെ നീര് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കപ്പ് നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ആ നീരിന് നമുക്ക് അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കാം. സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതും സെയിം കപ്പിൽ സെയിം അളവിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആ നീര് ഒഴിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ജോയിന്റ് ആയി വരണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടു, ഇതേപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന് നന്നായിട്ട് കാച്ചിയെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. കണ്ടു, ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ആ നീരിൽ ഉണ്ടായിരുന്നിട്ടുള്ള സസ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വറ്റി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വെള്ളമൊക്കെ പൊട്ടിപ്പോയതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള ആ നീരൊക്കെ ഈ മണൽത്തരികൾ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ആ ഒരു പരുവാണ് നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ കറക്റ്റ് പാകമാവുന്നേക്കാൾ മുമ്പ് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എണ്ണയുടെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള നീരിൻ്റെ ഒക്കെ കംപ്ലീറ്റ് സത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ കാച്ചിയെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മണൽത്തരികൾ പോലെ ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഒഴിച്ചിട്ടുള്ള നീരൊക്കെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. മണൽത്തരി പോലെയൊക്കെ ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഇളക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും അതിൻ്റെ ആ സൗണ്ടൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ആ ഒരു തരികൾ ഇങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ തട്ടുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് 2 സംഭവം കൂടെ ചേർക്കാനുണ്ട്. 2 പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഒരു 8 കുരുമുളകും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് ഇടുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് നമ്മുടെ തല എരിയോ അങ്ങനെ ഒന്നുമില്ല. കുരുമുളക് മെയിൻലി നമുക്ക് ഹെഡിലെ നമ്മുടെ മുടിയുടെ ഹെയർ റൂട്ടിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനൊക്കെ അത് ഒരുപാട് സഹായിക്കും. കൂടാതെ തലനീരിറങ്ങാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് പച്ചക്കർപ്പൂരാണ്. അത് നല്ല മണം കിട്ടാനായിട്ടാണ് എണ്ണയ്ക്ക്. ഓക്കെ, ഇപ്പം നമുക്കിനി ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനായിട്ട് വെക്കാം. നമ്മൾ പച്ചക്കർപ്പൂരം ഇട്ടതിന് ശേഷം നല്ല മണം വരുന്നുണ്ട് എണ്ണയ്ക്ക്. നല്ലൊരു പ്രത്യേക തരം മണമാണ്.
ഓക്കെ, ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു സാധാരണ ഒരു ഗ്ലാസിന്റെ ബോട്ടിലേക്കാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് എടുത്ത വെളിച്ചെണ്ണയുടെ അളവ് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പിൽ കൊള്ളുന്നത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1/2 ലിറ്റർ തന്നെ നമ്മൾ ആ എല്ലാ പച്ചിലകളൊക്കെ കൂടി അത് അരച്ചിട്ട് നമുക്ക് അത്രയ്ക്ക് തന്നെ അതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ എണ്ണ ഇതേപോലെ അരിച്ചെടുക്കാം. ഇനി ഈ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്, സാധാരണ ഏതൊരു എണ്ണയും നമ്മൾ തലയിൽ തേക്കുന്ന പോലെ തന്നെ സ്കാലപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്യുക, ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയും. സാധാരണ തണുത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ തല കഴുകി കളയാം. ഷാമ്പു യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഷാമ്പു ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണ്ട. അല്ലെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണമയം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് അത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. ഞാൻ സാധാരണ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു എണ്ണ തേച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുടി മുട്ടോളം വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ മുടിക്കും സെപ്പറേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ തിക്നെസ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഏത് വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ ഹെയറിനെ കെയർ ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചിരിക്കും ഹെയർ ഗ്രോത്ത്. ഇതേപോലത്തെ ഔഷധ സസ്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വല്ല ആയുർവേദ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആയുർവേദ സസ്യങ്ങളൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അങ്ങനെ നമുക്ക് കാച്ചിയെടുക്കാം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എഫക്റ്റീവ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. താരം പോകാനൊക്കെ ഈ ഒരു കാച്ചിയെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് ഒക്കെ നല്ലോണം കൂട്ടാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.